പ്രിയപ്പെട്ടവരെ, നമസ്കാരം. മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാൻ ഭരണകൂടത്തിൻ്റെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കൻ സൈന്യം വളരെ കൃത്യതയോടെയുള്ള ആക്രമണങ്ങൾ നടത്തി. നദാൻസ്, ഇസ്ഫഹാൻ എന്നീ പേരുകൾ വർഷങ്ങളായി എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഭീകരമായി ഈ സംരംഭം അവർ കെട്ടിപ്പടുക്കുകയായിരുന്നു. ഇറാൻ്റെ ആണവശേഷി നശിപ്പിക്കുക, ലോകത്തിലെ 1-ാം നമ്പർ ഭീകരവാദം സ്പോൺസർ ചെയ്യുന്ന ഇറാൻ്റെ ആണവ ഭീഷണി ഇല്ലാതാക്കുക എന്നിവയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഇന്ന് രാത്രി ലോകത്തോട് എനിക്ക് പറയാൻ സാധിക്കുന്നത് ഈ ആക്രമണങ്ങൾ സൈനികമായി ഒരു വലിയ വിജയമായിരുന്നു എന്നാണ്. ഇറാൻ്റെ പ്രധാന ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കപ്പെട്ടു. മിഡിൽ ഈസ്റ്റിലെ ഭീകര രാജ്യമായ ഇറാൻ ഇനിയെങ്കിലും സമാധാനം പുനഃസ്ഥാപിക്കാൻ തയ്യാറെടുക്കണം. അവർ ഇനിയും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇനി ഭാവിയിൽ അരങ്ങേറാൻ പോകുന്ന ആക്രമണങ്ങൾ ഇതിലും വലുതും ഞങ്ങൾക്കത് വളരെ എളുപ്പവുമായിരിക്കും. കഴിഞ്ഞ 40 വർഷങ്ങളായി ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും അമേരിക്കയെയും ഇസ്രായേലിനെയും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ്. അവർ നമ്മളുടെ ആളുകളെ കൊന്നൊടുക്കി. റോഡരികിലെ ബോംബുകൾ ഉപയോഗിച്ച് അവരുടെ കൈകളും കാലുകളും തകർത്തെറിഞ്ഞു. ഇതൊക്കെയാണ് അവരുടെ പ്രത്യേകത. നമുക്ക് 1000-ലധികം ആളുകളെ ഇതിനോടകം നഷ്ടപ്പെട്ടിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലും ലോകമെമ്പാടുമായി ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ വിദ്വേഷത്തിൻ്റെ നേരിട്ടുള്ള ഫലമായി മരിച്ചു വീണത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് അവരുടെ ജനറൽ ഖാസിം സുലൈമാനി പലരെയും കൊന്നിട്ടുണ്ട്. ഇത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് വളരെ മുമ്പേ തീരുമാനിച്ചതാണ്. ഇനി അത് ഒട്ടും തുടരില്ല. പ്രിയപ്പെട്ട ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഞാൻ ഈ വേളയിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ മറ്റൊരു രാജ്യവും ഇതുവരെ പ്രവർത്തിക്കാത്തതുപോലെയുള്ള ഒരു ടീമായി അവർ പ്രവർത്തിച്ചു. ഇസ്രായേലിന് നേരെയുള്ള ഈ ഭീകരമായ ഭീഷണി ഇല്ലാതാക്കാൻ ഞങ്ങൾ ഒരുപാട് ദൂരം അതുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. ഇസ്രായേൽ സൈന്യത്തെയും അവർ ചെയ്ത വലിയ കാര്യങ്ങളെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും പ്രധാനമായി ഇന്ന് രാത്രി ആ മഹത്തായ യന്ത്രങ്ങൾ പറത്തിയ മഹത്തായ അമേരിക്കൻ സൈനികരെയും കഴിഞ്ഞ പല പതിറ്റാണ്ടുകളായി ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഓപ്പറേഷൻ നടത്തിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സൈന്യത്തെ മുഴുവനായും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഈ നിലയിൽ അവരുടെ സേവനങ്ങൾ നമുക്ക് ആവശ്യമില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയായിരിക്കുമെന്നും ഞാൻ കരുതുന്നു. ജോയിൻറ്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ റൈസൻ കെയ്നിയെയും ഈ ആക്രമണത്തിൽ ഉൾപ്പെട്ട എല്ലാ ബ്രില്യൻ സൈനിക വിദഗ്ധരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതൊന്നും ഇനി തുടരാൻ അനുവദിക്കരുത്. ഒന്നുകിൽ സമാധാനം, അല്ലെങ്കിൽ ഇറാൻ ഉണ്ടാകാൻ പോകുന്നത് കഴിഞ്ഞ 8 ദിവസങ്ങളിൽ നമ്മൾ കണ്ടതിനേക്കാൾ വലിയ ദുരന്തമായിരിക്കും. ഓർക്കുക, ഇനിയും പല ലക്ഷ്യങ്ങളും ബാക്കിയുണ്ട്. ഇന്നത്തേത് അവയിലേക്കും വെച്ച് ഏറ്റവും പ്രയാസമേറിയതും ഒരുപക്ഷെ ഏറ്റവും മാരകമായതുമായിരുന്നു. പക്ഷേ സമാധാനം പെട്ടെന്നിനി വന്നില്ലെങ്കിൽ നമ്മൾ മറ്റ് ലക്ഷ്യങ്ങൾ തേടി പോകേണ്ടി വരും. അതും വളരെ കൃത്യതയോടും വേഗതയോടും കഴിവും ഉപയോഗിച്ച് ആക്രമിക്കുക തന്നെ ചെയ്യും. ഇറാൻ്റെ ഭൂരിഭാഗം സ്ഥലങ്ങളും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തകർക്കാൻ സാധിക്കും. ലോകത്തൊരു സൈന്യത്തിനും ഇന്ന് രാത്രി നമ്മൾ ചെയ്തതുപോലെ ചെയ്യാൻ സാധിക്കില്ല. അടുത്തുപോലും വരില്ല ഒരാളും. അല്പസമയം മുമ്പ് നടന്നതുപോലെ ചെയ്യാൻ കഴിഞ്ഞ ഒരു സൈന്യവും അമേരിക്കയെപ്പോലെ ഇതുവരെ ലോക ചരിത്രത്തിലുണ്ടായിട്ടില്ല. നാളെ രാവിലെ 8 മണിക്ക് പെൻറ്റഗണിൽ ജനറൽ കെയ്നും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹക്സ്തും ഒരു പത്രസമ്മേളനം നടത്തും. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ആ പത്രസമ്മേളനത്തിൽ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കും. ദൈവത്തിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഞങ്ങളുടെ മഹത്തായ വളരെ അഭിമാനകരമായ സൈന്യത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അവരെ സംരക്ഷിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
മിഡിൽ ഈസ്റ്റിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇസ്രായേലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അമേരിക്കയെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ നന്ദി. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധ സാഹചര്യവും സംഘർഷവും വളരെ രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് അമേരിക്ക ഇറാനുമേൽ ഇത്തരത്തിലൊരു പ്രഹരമേൽപ്പിക്കുന്നത്. ഇറാൻ്റെ ആണവശേഷിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് അമേരിക്ക ചെയ്തത്. ഇസ്രായേൽ ഇറാനുമേൽ ഏകദേശം 9 ദിവസത്തോളം വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇറാൻ്റെ ആണവ പദ്ധതികളെ ഇല്ലാതാക്കുക, വ്യോമ പ്രതിരോധ ശേഷികൾ നശിപ്പിക്കുക, ആക്രമണ മിസൈൽ ശേഷികൾക്ക് കേടുപാടുകൾ വരുത്തുക എന്നിവയായിരുന്നു ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഇതിനു മറുപടിയായി ഇറാൻ ഇസ്രായേലിലേക്ക് 100 കണക്കിന് ഡ്രോണുകളും റോക്കറ്റുകളും അയച്ചിരുന്നു. ഈ പരസ്പര ആക്രമണങ്ങൾ ഒരാഴ്ചയിലധികം നീണ്ടുപോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക നേരിട്ട് ഇറാനുമായുള്ള യുദ്ധത്തിൽ ഇടപെടാൻ തീരുമാനിക്കുന്നത്. 2025 ജൂൺ 22 ഞായറാഴ്ച പുലർച്ചെ ഏകദേശം 2:30 മണിക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സും നേവിയും ഇറാനിലെ പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന പേരിൽ ആക്രമണം നടത്തി. ട്രംപ് പിന്നീട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും വൈറ്റ് ഹൗസിൽ നടത്തിയ പ്രസംഗത്തിലൂടെയും ഈ ആക്രമണങ്ങളെക്കുറിച്ച് സ്ഥിരീകരിക്കുകയും അവയെ നമ്മുടെ ഗംഭീര വിജയം എന്ന് കൊട്ടിഘോഷിക്കുകയും ചെയ്തു. അമേരിക്കയിലെ മെജോറിറ്റി വിഭാഗം യുദ്ധം ഇനി വേണ്ട എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് ട്രംപിൻ്റെ ഈ പ്രസംഗത്തെ നേരിട്ടത്. എങ്കിലും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയുടെ ഈ ദൗത്യത്തെ ഹൃദയം കൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ടാണ് വരവേറ്റത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദിച്ചുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടുമുള്ള ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം ഇങ്ങനെയായിരുന്നു. പ്രസിഡന്റ് ട്രംപിന് അഭിനന്ദനങ്ങൾ. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ അതിശക്തവും നീതിയുക്തവുമായ കരുത്തുപയോഗിച്ച് ലക്ഷ്യമിടാനുള്ള നിങ്ങളുടെ ഈ ധീരമായ തീരുമാനം ചരിത്രം മാറ്റിയെഴുതും. ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന ദൗത്യത്തിൽ ഇസ്രായേൽ ശരിക്കും അതിശയകരമായ കാര്യങ്ങൾ ചെയ്തിരുന്നു. എന്നാൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ഇന്നത്തെ അമേരിക്കയുടെ നടപടിയിൽ അമേരിക്കയെ വെല്ലാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നവർ തെളിയിച്ചിരിക്കുന്നു. ഭൂമിയിലെ മറ്റൊരു രാജ്യത്തിനും ചെയ്യാൻ കഴിയാത്തത് അമേരിക്ക ചെയ്തിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഭരണകൂടത്തിന് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ആയുധങ്ങൾ നിഷേധിക്കാൻ പ്രസിഡന്റ് ട്രംപ് പ്രവർത്തിച്ചുവെന്ന് ചരിത്രം നാളെ രേഖപ്പെടുത്തും. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ നേതൃത്വം ചരിത്രത്തിലെ ഒരു വഴിത്തിരിവ് തന്നെയാണ്. ഇത് മിഡിൽ ഈസ്റ്റിനും അതിനപ്പുറമുള്ള പ്രദേശങ്ങൾക്കും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഭാവിയിലേക്ക് നയിക്കാൻ സഹായകരമായ ഒന്നാണ്. പ്രസിഡന്റ് ട്രംപും ഞാനും പലപ്പോഴും പറയാറുണ്ട്, കരുത്തിലൂടെ സമാധാനം. ആദ്യം കരുത്ത്, പിന്നെ സമാധാനം. ഇന്ന് രാത്രി പ്രസിഡന്റ് ട്രംപും യുണൈറ്റഡ് സ്റ്റേറ്റ്സും വലിയ കരുത്തോടെ തന്നെ പ്രവർത്തിച്ചു. പ്രിയപ്പെട്ട പ്രസിഡന്റ് ട്രംപ്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. ഇസ്രായേലിലെ ജനങ്ങളും നിങ്ങളോട് ഇപ്പോൾ ഏറെ കടപ്പെട്ടിരിക്കുന്നു. നാഗരിക ശക്തികളും നിങ്ങൾക്ക് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ദൈവം അമേരിക്കയെ അനുഗ്രഹിക്കട്ടെ. ദൈവം ഇസ്രായേലിനെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അചഞ്ചലമായ സഖ്യത്തെയും സൗഹൃദത്തെയും തകരാത്ത വിശ്വാസത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ.